يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ബലദ് എന്ന സൂറത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ആയത്തുകളെ നമ്മൾ വിശദീകരിച്ചു. സൂറത്തുൽ ബലദിൽ അല്ലാഹു തആല വിശുദ്ധമായ മക്ക എന്ന ദേശത്തെ സത്യം ചെയ്തുകൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് മക്കയെ അല്ലാഹു തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ചത്? മറ്റുള്ള നാടുകളെ പോലെ അല്ല അതിന്റെ പവിത്രതകൾ എന്ത്. ആ മക്ക എന്നുള്ളത് കേന്ദ്രബിന്ദുവാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് 5-ാമത്തെ ആയത്ത് മുതൽ 10-ാമത്തെ ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. മനുഷ്യരുടെ സ്വഭാവദോഷങ്ങളെ അല്ലാഹു തആല ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അല്ലാഹുവിന്റെ ചോദ്യമാണ്, മനുഷ്യ, നിന്നെ പിടികൂടുവാൻ കഴിയില്ല എന്നുള്ളത് നീ വിചാരിക്കുന്നുണ്ടോ, നീ ധരിക്കുന്നുണ്ടോ? അയളുന്നു അയഹ്സബു എന്ന് പറഞ്ഞാൽ നീ ഭാവിക്കുന്നുണ്ടോ മനുഷ്യ, നിന്നെ അല്ലാഹുവിന് നീ ചെയ്യുന്ന തെറ്റുകൾക്കും നിന്റെ അഹങ്കാരത്തിനുമൊക്കെ അവസാനം ശിക്ഷിക്കാൻ അല്ലാഹുവിന് നിന്നെ പിടികൂടാൻ കഴിയില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. യഖൂലു അഹ്ലകതു മാലൽ ലുബദ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരെ സമ്പത്തിനെ ഒരുപാട് ചെലവഴിച്ചു എന്ന് ശത്രുപക്ഷത്തുള്ള ആളുകൾ വലിയ വീമ്പിളക്കാറുണ്ടായിരുന്നു, ഫഖ്ർ നടിക്കാറുണ്ടായിരുന്നു. അല അദാവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുത പുലർത്തുന്നതിന്റെ പേരിൽ തങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ചു. ആ പണം ചെലവഴിച്ചതിന്റെ വീമ്പളക്കലുകൾ ഒരുപാട് നടത്താറുണ്ട് മനുഷ്യർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതെല്ലാം അവരുടെ സാഹചര്യങ്ങളെ അല്ലാഹു എടുത്തു പറയാൻ, ഞാൻ അത്ര പണം ചെലവഴിച്ചു, അതിനുവേണ്ടി ഇത്ര ചെലവഴിച്ചു, നല്ലതിനല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾക്ക് വലിയ വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ചത് പേരെടുക്കാൻ വേണ്ടി എന്ന് ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ ചെയ്യാറുണ്ട്. അവന്റെ മകളുടെ കല്യാണം അത്ര ലക്ഷത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ്, എന്നാ പിന്നെ എന്റെ മകളുടെ കല്യാണം ഒട്ടും മോശമാകാൻ പാടില്ല, അതിനേക്കാൾ ഡബിൾ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുള്ള കല്യാണമാകണം. അവന്റെ വാഹനം അത്ര ലക്ഷത്തിൻ്റെതാണ്, എന്നാ പിന്നെ അവനേക്കാൾ എന്റെ വാഹനം ഒട്ടും കുറവ് വരാൻ പാടില്ല. അവന്റെ വീട് അങ്ങനെയാണ്, അപ്പൊ അതിനേക്കാൾ ഒട്ടും കുറവ് വരാൻ പാടില്ല. ഇങ്ങനെ മത്സര ബുദ്ധിയിൽ ഒരുപാട് പണം ചെലവഴിക്കുകയും ആ പണം ചെലവഴിച്ചതിനെ എടുത്തു പറഞ്ഞ് ഫഖ്ർ നടിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും തങ്ങൾക്കെതിരെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണം ചെലവഴിച്ച് അതിനെ വലിയ സംഭവമാക്കി പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു തആല പറയാണ്, അങ്ങനെ പറഞ്ഞ മനുഷ്യർ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പ്രവർത്തിച്ച മനുഷ്യർ അവര് പറയുന്നു, അവര് വിചാരിക്കുന്നുണ്ടോ, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. മനുഷ്യ, നീ വലിയ കഴിവുള്ളവനാണ്, നിന്നെ ആർക്കും പിടികൂടാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. യഖൂലു അഹ്ലകതു മാലൽ ലുബദ. ആ മനുഷ്യന്റെ സംസാരം എന്താണ്? ഞാൻ ഇത്ര പണം അതിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ്. എന്നാൽ അതുകൊണ്ട് ഫഖ്ർ നടിക്കുന്ന ആളുകളില്ലേ, ആ പണം എന്തിന് ചെലവഴിച്ചു എന്നുവരെ കൃത്യമായി അല്ലാഹുവിന്റെ അടുക്കൽ രേഖയുണ്ട്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അയഹ്സബു അല്ലം യറഹു അഹദ്. നീ നിന്നെ ആരും തന്നെ നോക്കുന്നില്ല, കാണുന്നില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇത്ര പണമൊക്കെ ചെലവഴിച്ചു, അത് ചിലപ്പോ ഹറാമിന്റെ
ഹറാമിന്റെ ഭാഗത്തായിരിക്കും ആ പണക്ക് ചെലവഴിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതൊന്നും ആരും കാണുന്നില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെ 2-3 ചോദ്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് ലോക്കാക്കും പടച്ചവൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആയത്തുകൾ. എങ്ങനെ പോയാലും അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ ലോക്കാവും. നമ്മുടെ കണക്കുകളും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളും ആരുടെ മുമ്പിലും നമുക്ക് അതിൽ ക്രമക്കേടുകൾ വരുത്താൻ പറ്റും, അല്ലെ? ആരുടെ മുമ്പിലും നമുക്കത് കണക്കുകളിൽ വ്യത്യാസം വരുത്താനുള്ള ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. ഇന്ന് അഴിമതിയിലെ വിഷയങ്ങളിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കാണാനാകുന്നുണ്ട്. ഇങ്ങനെ കള്ളത്തരങ്ങൾക്കും മറ്റും കണക്കുകളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്താനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട്. എന്നാൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, അയഹ്സബു അല്ലം യറഹു അഹദ്. ആരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ കൂട്ടലിലും കുറക്കലിലും എല്ലാം കളങ്കങ്ങൾ വരുത്തിയാലും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരിക്കലും അതിന് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അയളന്നു അന്നല്ലാഹ ലം യറഹു. നിങ്ങളെ അള്ളാഹു കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതിന്റെ കണക്ക് നോക്കുന്ന ആളോ ഏൽപ്പിക്കപ്പെട്ട ആളോ അല്ലെങ്കിൽ യജമാനനോ ആരും അറിഞ്ഞിട്ടില്ല എങ്കിലും അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് കാണുന്നുണ്ട് എന്ന വിചാരം നിങ്ങൾക്കില്ലയോ? എന്നതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലാ യസ്അലുഹു അൻ മാലി വമിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ. ആ സമ്പത്ത് നീ എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നും നാളെ അള്ളാഹു നിന്നോട് ചോദിക്കുമെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തിന്മയുടെ പേരിൽ ലക്ഷങ്ങളെ പൊടിപൊടിച്ച് അതിന്റെ പേരിൽ വലിയ ഫഖർ നടിക്കുന്ന ആളുകൾ, കിബർ നടിക്കുന്ന ആളുകൾ, നാളെ അവരോട് അള്ളാഹു ചോദിക്കും, നീ ദുനിയാവിൽ ജനങ്ങളുടെ മുമ്പിൽ വലിയ ആളായത് നിന്റെ പണം തോന്നിയതുപോലെ ചെലവാക്കിയിട്ടാണ്. എന്നാൽ മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ. എടോ, നീ എവിടെ നിന്നാണ് ആ പണം സമ്പാദിച്ചത്? അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? നിനക്ക് എവിടെ നിന്ന് കിട്ടിയ പണം? ഓരോ രൂപക്കും മറുപടി പറയണം. വഫീമ അൻഫഖ. ഞാൻ നിനക്ക് തന്ന പണം നീ ഏത് വഴിയിലാണ് ചെലവഴിച്ചത്? അതിനും മറുപടി പറയണം. ഇത് രണ്ടിനും മറുപടി പറഞ്ഞിട്ടല്ലാതെ മനുഷ്യന് ഒരു അടി പോലും ആഖിറത്തിൽ മുമ്പോട്ട് വെക്കാനാകില്ല എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ ഈ ക്രമക്കേടുകളും മനുഷ്യന്റെ ഈ ധിക്കാരവും എല്ലാം എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു നൽകിയ 2-3 നിഅമത്തുകളെ മാത്രം അള്ളാഹു ഒന്ന് എടുത്തു പറയുകയാണ്. അലം നജ്അൽ ലഹു ഐനൈൻ. മനുഷ്യ, നീ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും നീ ചിന്തിക്കേണ്ടതില്ല. അലം നജ്അൽ ലഹു ഐനൈൻ. നിന്റെ മുഖത്തുള്ള 2 കണ്ണുകളില്ലേ, ആ കണ്ണിന് ആരാണ് തന്നത്? നമ്മളല്ലേ നൽകിയത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അലം നജ്അൽ ലഹു ഐനൈൻ. മനുഷ്യ, നിന്റെ 2 കണ്ണുകളും തന്നതാരാണ്? അത് അല്ലാഹു ആണല്ലോ. വലിസാനം വശഫതൈൻ. നീ സംസാരിക്കുന്ന നാവും നിന്റെ 2 ചുണ്ടുകളും തന്നതാരാണ്? അതും നമ്മളാണ് നൽകിയത്. വഹദൈനാഹുൻ നജ്ദൈൻ. 2 മാർഗങ്ങളെയും നിന്റെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ഖൈറിന്റെ വഴിയാണ്, ഒന്ന് ഷർറിന്റെ വഴിയാണ്. ഖൈറിന്റെ പാതയിലാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായ മാർഗദർശനവും അല്ലാഹു നൽകിയിട്ടുണ്ട്. 3 നിഅമത്തുകളെ അല്ലാഹു ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഇത് 3നെ കുറിച്ചും പഠിച്ചാൽ തന്നെ മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കും. നോക്കൂ നിങ്ങൾ, അലം നജ്അൽ ലഹു ഐനൈൻ. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, നിന്റെ മുഖത്തുള്ള 2 കണ്ണ് ഇല്ലാത്തവനാണ് കണ്ണിന്റെ വില അറിയുന്നത്. നമ്മൾ കാഴ്ചങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കണ്ണിന്റെ വില നമുക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ മുഖത്ത് 2 കണ്ണുണ്ടാ, എല്ലാം കാണുന്നുണ്ട്, അപ്പൊ കണ്ണിനൊരു വില ഉണ്ടാവില്ല. കണ്ണിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു നോക്കണം. നോക്കൂ നീ, അള്ളാഹു എന്തുകൊണ്ടാണ് കണ്ണിന് രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. കണ്ണിൻ അല്ലാഹു തആല വെച്ചിട്ടുള്ള അത്ഭുതങ്ങളും രഹസ്യങ്ങളും എത്രയാണ്. കണ്ണ് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് മനുഷ്യന്റെ ശരീരത്തിൽ. നോക്കൂ നിങ്ങൾ, ഒരു സെക്കൻഡിൽ കണ്ണിൽ കോടിക്കണക്കിന് വിവരങ്ങളെ ശേഖരിക്കാനാകും. നമ്മുടെ കണ്ണുകൊണ്ട് ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് വിവരങ്ങളെ ശേഖരിക്കാനാകുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ടാണ്
ഒരൊറ്റ നിമിഷം കൊണ്ടാണ് നമ്മുടെ തലച്ചോറിലേക്ക് ദശലക്ഷക്കണക്കിന് ഡാറ്റകളെ കണ്ണ് കൈമാറുന്നത്. നമ്മുടെ തലച്ചോറിലേക്ക് കണ്ണ് കാണുന്ന സംഭവം ഒരൊറ്റ നിമിഷം കൊണ്ട് ദശലക്ഷക്കണക്കിന് ഡാറ്റകളെ, വിവരങ്ങളെ കൈമാറാനുള്ള പവർ അത് കണ്ണിനുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ, വാഹനമോടിക്കുന്ന ഒരാൾ മുമ്പിലെ ഒരു വാഹനം എതിർച്ചയിൽ വരുന്നു, അല്ലെങ്കിൽ ഒരു അപകടം പതിയിരിക്കുന്നു. ഇത് പെട്ടെന്ന് അവന്റെ മുമ്പിലേക്ക് കാണുമ്പോൾ കണ്ണാണ് ആദ്യം കാണുന്നത്. കണ്ണ് കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്, ആർക്കാണ് ഇതിന് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്, ഡാറ്റ എങ്ങട്ടാ കൈമാറേണ്ടത്. കണ്ണിന്റെ ആ ഇൻഫർമേഷൻ കൊടുക്കുന്നതൊന്ന് സ്ലോ ആയാൽ എന്ത് സംഭവിക്കും? കണ്ണ് ഉടനെ തന്നെ തലച്ചോറിന് മെസ്സേജ് കൊടുക്കുന്നു, എന്ത് വേണം, അവിടെ അപകടം വരാനിരിക്കുന്നുണ്ടതുകൊണ്ട് ബ്രേക്ക് ചവിട്ടണം. അപ്പൊ തലച്ചോറിൽ നിന്ന് ബ്രെയിനിൽ നിന്ന് നേരെ കാലിലേക്ക് സന്ദേശം കൊടുക്കുന്നു, കാല് ചവിട്ടണം. ഈ സന്ദേശം ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. എവിടെങ്കിലും ഒന്ന് ഹാങ് ആയി കഴിഞ്ഞാൽ മൊത്തം ഹാങ് ആവും, അല്ലെ? എവിടെങ്കിലും ഒരു തകരാറ് വന്നോ എല്ലാം ഹാങ് ആയി പോകും. അപ്പൊ കണ്ണ് ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ദശലക്ഷക്കണക്കിന് ഡാറ്റകളെ തലച്ചോറിലേക്ക് കൈമാറാനുള്ള പവർ കണ്ണിനുണ്ട്. അള്ളാഹു ചോദിച്ച ചോദ്യം നോക്കിയ നിങ്ങൾ, അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യ നിനക്ക് രണ്ട് കണ്ണെന്ന്. ഇതിങ്ങനൊക്കെ കൂടി ഇങ്ങനെ മുമ്പിൽ കാണുമ്പോ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഓരോ അത്ഭുതങ്ങളെ നമ്മൾ വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളായി കാണുന്നു. എല്ലാം ക്ലിയർ ആയിക്കൊണ്ട്, അത്രയും ക്ലിയർ, വേറെ ക്യാമറ അല്ല, അത്രയും ക്ലിയർ ആയിക്കൊണ്ട് തന്നെ നമുക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇന്റർനെറ്റ് കണക്ഷനിൽ ഏറ്റവും വേഗതയിൽ കൈമാറുന്നതിനേക്കാൾ സ്പീഡിൽ കണ്ണിന് തലച്ചോറിലേക്ക് സന്ദേശങ്ങളെ കൈമാറാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കണ്ണിന്റെ അള്ളാഹു സംവിധാനിച്ച ഒരൊറ്റ വലിയ ഒരു നേട്ടമാണത്. രണ്ടാമത് നോക്കൂ നിങ്ങൾ, ആ കണ്ണ് നമ്മളെ മൊബൈലുകളിൽ നിന്നൊക്കെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ക്യാമറ കണ്ണുകളുണ്ട്. എത്ര മെഗാപിക്സ് ആണ് ഏറ്റവും ക്ലിയർ ഉള്ളത്? കണ്ണിന്റെ ഇന്നത്തെ ക്യാമറകളുമായി നമ്മൾ തുലനം ചെയ്ത് കഴിഞ്ഞാൽ 576 മെഗാപിക്സ് ക്ലിയർ കണ്ണിനുണ്ടാവും. അങ്ങനെ ഒരു ക്യാമറ ഇന്നത്തെ ആധുനിക ലോകത്ത് സംവിധാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. 576 മെഗാപിക്സ് ക്ലാരിറ്റിയിലാണ് നമ്മുടെ കണ്ണ് ഓരോ ചിത്രങ്ങളെയും പകർത്തിക്കൊണ്ടിരിക്കും. തിമിരം വന്ന ആളതല്ല കേട്ടോ പറയണത്. തിമിരം വന്ന ആൾ ഇത് മെഗാപിക്സ് കുറയും, അത് പിന്നെ കുറഞ്ഞതായിരിക്കും ഉണ്ടാവാം. അള്ളാഹു നല്ല രീതിയിൽ സംവിധാനിച്ച ആരോഗ്യപരമായ ഒരു മനുഷ്യന്റെ കണ്ണിന്റെ ആരോഗ്യത്തെക്കുറിച്ചും അതിന്റെ സംവിധാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 576 മെഗാപിക്സ് ക്യാമറ നോക്കൂ നിങ്ങൾ. ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറകളിൽ ഏകദേശം എത്ര വലിയ പവർ വരും? ഏറ്റവും വലിയ പവർ വെച്ച് കഴിഞ്ഞാൽ 576 മെഗാപിക്സ് വരാൻ കഴിയില്ല. അങ്ങനത്തെ സ്ഥലത്താണ് മനുഷ്യന്റെ കണ്ണിന് അല്ലാഹു ഇത്രയും വലിയ ക്ലാരിറ്റി കൊടുത്തത്. മാത്രമല്ല, ഒരു കോടി നിറങ്ങളെ തിരിച്ചറിയാനുള്ള പവർ കണ്ണിനുണ്ടത്രേ. 1, 2, 3, 4 നമുക്ക് 7 നിറങ്ങൾ അറിയില്ലേ, അല്ലെങ്കിൽ 14ലേക്ക് പോകാം. അതിനപ്പുറത്ത് 1 കോടി നിറങ്ങളെ തിരിച്ചറിയാനുള്ള ശേഷി മനുഷ്യന്റെ കണ്ണിനുണ്ട് എന്ന് പറയുമ്പോൾ 10 മില്യൺ വ്യത്യസ്തങ്ങളായ കളറുകളെ തിരിച്ചറിയാനുള്ള ശേഷി കണ്ണിനുണ്ട്. അതുമാത്രമല്ല, നോക്കൂ നിങ്ങൾ, നമ്മുടെ കണ്ണിൽ പകർത്തുന്ന ചിത്രങ്ങൾ, കണ്ണിന്റെ ആ ലെൻസിലൂടെ നമ്മുടെ കണ്ണിലേക്ക് പകർത്തുന്ന ആ ബിംബങ്ങൾ, ഇമേജ് യഥാർത്ഥത്തിൽ തലകീഴായിട്ടാണ് അത്ര പതിയുന്നത്. തലകീഴായിട്ടാണ്. ചില ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണല്ലേ, ചില ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചില ആൾ തല തിരിഞ്ഞൊക്കെ നോക്കും. അത് എന്താണ്, ചില വീഡിയോകളിലൊക്കെ അങ്ങനെ നമുക്ക് എഫക്ട് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യും. അപ്പൊ ഇത് കണ്ണ് പകർത്തുന്ന ചിത്രങ്ങൾ തല തിരിഞ്ഞിട്ടാണ് നമ്മളെ കണ്ണിൽ അത് പതിയുന്നത്. പക്ഷേ അതിന് പിന്നെ നമ്മുടെ തലച്ചോറ് ഇടപെട്ടിട്ടാണ് കൃത്യമായ രൂപത്തിൽ നമുക്കത് തിരിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ തല കുത്തിങ്ങനെ നടന്നു വരുന്ന പോലെയൊക്കെ തോന്നിപ്പോവും. അത് ഉടനെ നമുക്കങ്ങനെ തോന്നുന്നില്ല, ഇടക്കൂലും അങ്ങനെ തോന്നുന്നില്ല. അത് അല്ലാഹു തആല അപ്പോഴപ്പോൾ തലച്ചോറ് ഇടപെട്ടിട്ടാണ് അതിനെ നമ്മൾ ആ ഇമേജിനെ തലതിരിച്ച് നമുക്ക് നല്ല രീതിയിൽ കാണിച്ചു തരുന്നത്. നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. ശരീരത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്, ശരീരത്തിലെ ഏറ്റവും വേഗതയേറിയ പേശി, ശരീരത്തിൽ ഏറ്റവും വേഗതയോടുകൂടെ ചലിക്കുന്ന പേശികൾ കണ്ണിലാണുള്ളത്.
ഒരു നിമിഷം കൊണ്ട് 100 മില്ലി സെക്കൻഡ് കൊണ്ട് കണ്ണ് ചിമ്മി തുറക്കാൻ നമുക്കാകും അല്ലെ? പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ ഒരു കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് എന്നൊക്കെ അല്ലെ? നമ്മളെ ഈ കണ്ണിന്റെ പോള എത്ര പെട്ടെന്ന് നമുക്ക് ചിമ്മി തുറക്കാൻ പറ്റും? 100 മില്ലി സെക്കൻഡാണ് ആവശ്യമുള്ള സമയം. അത്രയും വേഗതയിൽ അത് അടച്ചു തുറക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യൻ നൽകിയിട്ടുണ്ട്. അതുപോലെ നോക്കൂ നിങ്ങൾ, നമ്മളെ അടയാളങ്ങൾക്ക് വേണ്ടി ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വിരലിന്റെ റേഷൻ കടയിൽ അരി വാങ്ങാനൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ പറഞ്ഞാൽ അല്ലെ? എല്ലായിടത്തും ഫിംഗർ പ്രിന്റ് വെക്കാറുണ്ട്. എന്നാൽ ആ വിരലടയാളത്തിൽ 40 സവിശേഷതകളാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ കണ്ണിന്റെ ഐറിസിന് 256 സവിശേഷതകളുണ്ട്. ഈ വിരലടയാളത്തിനേക്കാൾ ഒന്നുകൂടി സ്ട്രോങ് ആണ് കണ്ണിന്റെ അടയാളം. നമ്മള് വിദേശത്തൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം, എയർപോർട്ടുകളിലൊക്കെ ഈ കണ്ണാണ് നമ്മളെ സ്കാൻ ചെയ്യുക. അവര് വിദേശത്തേക്ക് പോകുമ്പോൾ കണ്ണാണ് എയർപോർട്ടുകളിലൊക്കെ വെച്ചിട്ട് സ്കാൻ ചെയ്യുക. കാരണം വിരലടയാളത്തിൽ 40 സവിശേഷതകളേ ഉള്ളൂ. 256 സവിശേഷതകൾ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒരു മനുഷ്യനെ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ ഓരോരുത്തരുടെയും കണ്ണിനെ അല്ലാഹു തആല രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ചോദ്യം, മനുഷ്യ അലം നജഅൽ ലഹു ഐനൈൻ, നിനക്ക് ഞാൻ കണ്ണിനെ സംവിധാനിച്ചു തന്നിട്ടില്ലയോ? അത് മാത്രമല്ല, തുടർച്ചയായ ലെൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ്. നമ്മളൊരു ക്യാമറ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് സൂം ചെയ്യുന്നു, ഇനി ഇങ്ങോട്ട് കുറയ്ക്കുന്നു. ക്യാമറാമാൻമാരൊക്കെ മുമ്പിൽ ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാല് മര്യാദക്ക് ഒരു ലൈവായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ അവനെ കൊണ്ട് കഴിയൂല. പിന്നെ അവൻ അങ്ങനെ നിർത്തി ഇങ്ങനെ നിർത്തി അത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയിട്ടൊക്കെ 400 വട്ടം എടുത്ത് വെച്ചാലേ അവന്റെ ഒരു ഫോട്ടോ ശരിയാവുള്ളൂ. എന്നാൽ കണ്ണിന്റെ ലെൻസ് അടുത്തേക്ക് പേപ്പർ പിടിക്കുമ്പോൾ അത് വായിക്കേണ്ട രൂപത്തിൽ കണ്ണിന്റെ ലെൻസ് വലുതായി വരുന്നുണ്ട്. അതിനനുസരിച്ച് ദൂരത്തേക്കാക്കുമ്പോൾ അതിനനുസരിച്ച് ലെൻസിന്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇരുട്ടിലാകുമ്പോൾ മനുഷ്യന്റെ ലെൻസിന് വികാസം വരുന്നുണ്ട്, കൂടുതൽ കാഴ്ച കിട്ടാൻ വേണ്ടി. അത് വെളിച്ചത്തേക്ക് വരുമ്പോൾ മനുഷ്യന്റെ കണ്ണിലെ ലെൻസ് ചുരുങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ്? ആരെങ്കിലും അവിടെയൊക്കെ ഓയിൽ കൊടുക്കുന്നുണ്ടോ? എത്ര പ്രാവശ്യമുണ്ട്? അത് ചുരുങ്ങുന്നു, വലുതാകുന്നു, വികസിക്കുന്നു. ഇരുട്ടത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ടോർച്ച് എടുത്ത് അടിച്ചു നോക്കിയാണ് കണ്ണിന്റെ കൃഷ്ണമണിന്റെ ഉള്ളിൽ സംഭവം ചെറുതാവണിയോ വലുതാവണിയോ കാണാൻ പറ്റും. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പരീക്ഷിച്ചു നോക്കിയിരുന്നു. ചെറുതാവുന്ന ഇരുട്ടത്ത് നമ്മൾ ഈ കൃഷ്ണമണിന്റെ ഉള്ളിൽ റൗണ്ട് സാധനമുണ്ട്, അത് വികസിക്കും ഇരുട്ടാവുമ്പോ. കാരണം കൂടുതൽ കാഴ്ച പിടിക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചത്തേക്ക് വരും അത് ചുരുങ്ങും. അത് പെട്ടെന്ന് ടോർച്ച് അടിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ ചെറുതായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല മനുഷ്യന്റെ കണ്ണിനെ സംവിധാനിച്ച സംവിധാനങ്ങൾ എത്രയോ അധികമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, മനുഷ്യ നീ ഇത്ര വലിയ ധിക്കാരിയാകുമ്പോ നിന്റെ കണ്ണിനെ കുറിച്ച് മാത്രം നീ പഠിച്ചാൽ മതി. അലം നജഅൽ ലഹു ഐനൈൻ. രണ്ടാമതൊരു നിഅമത്ത് അല്ലാഹു ചോദിക്കുകയാണ്, നിന്റെ നാവിനെ കുറിച്ചാണ്. വലിസാനൻ, നിനക്കൊരു നാവിനെയും നൽകിയിട്ടുണ്ട്. നാവിനെ നിനക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നാവിന്റെ പ്രത്യേകത എന്താണ്? ഒരിക്കലും തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ ക്ഷീണം വരാത്ത ഒരു പേശിയാണ് നാവ്. ക്ഷീണമല്ല നാവിന്, അല്ലെ? നാവിന് ക്ഷീണം വരുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു വിരല് കൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു പണി കുറെ നേരം എടുത്തു കഴിഞ്ഞാൽ വിരല് കടയാൻ തുടങ്ങും, അല്ലെ? വിരലിന് കടച്ചിരുന്നു. കൈ കൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ കുറെ നേരം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കൈ കടയും, കാല് കടയും, അല്ലെ? നമ്മൾ പറയും ഓരോ അവയവങ്ങളും നമ്മൾക്ക് കടച്ചിലാണ്. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിൽ ക്ഷീണം വരാത്ത ഒരു പേശി അതേതാണ്? നാവാണ്. അതിന് പെട്ടെന്ന് ക്ഷീണം വരില്ല. കാരണം നാവ് ഫുൾ ടൈം യൂസിങ് ആണല്ലോ. ഒരു മനുഷ്യൻ വർത്താനം പറയുകയാണെങ്കിൽ, തിന്നുകയാണെങ്കിൽ ഒക്കെ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാവ് പ്രവർത്തിക്കണം, എന്നാൽ ഇതൊക്കെ നടക്കുന്നുള്ളല്ലോ. സംസാരിക്കുമ്പോൾ നാവ് എവിടെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ പല്ലിന്റെ അടിയിൽ എന്തെങ്കിലും ഇറച്ചി കുടുങ്ങിയാൽ പിന്നെ നാവ് കൊണ്ടുള്ള വിക്രസ് വേറെ ഉണ്ടാവും, അല്ലേ? അതിന് പുറമെ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സർക്കസ് കാണിച്ചിട്ടും എന്റെ നാവ് കടഞ്ഞിക്കാണ്, ഞാൻ കുറച്ചു നേരം ഉണ്ടായിരിക്കട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞോ, അല്ലേ? എന്റെ നാവ് കടഞ്ഞു, ഇനി കുറച്ചു നേരം നടന്നാ പറയും ഞാൻ കാല് കടയുണ്ട്, കുറച്ചേരം ഇരിക്കട്ടെ എന്ന് പറയും, അല്ലെ? കുറച്ച് നടന്നു കഴിഞ്ഞാല്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്റെ കൈ കടയുണ്ട്, കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും. എന്നാലും ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പിന്നെ നാവ് ഒതുക്കി വെക്കോ? ഇല്ല, അപ്പോഴും വർത്താനാണ്, അല്ലെ? ബാങ്ക് കൊടുക്കുക എന്നുള്ളതിന്റെ പേരില് ബാക്കിയൊക്കെ നിർത്തി വെക്കും. എന്നിട്ട് എന്താ പരിപാടി? പിന്നെ ബാങ്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി വലിയ പരിപാടികളൊക്കെയാണ് അതൊക്കെ നിർത്തി വെക്കും. എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താ? ഇവിടെ നിന്ന് വർത്താനം പറയാണ്. അപ്പൊ ഇങ്ങനെ നാവിന് റെസ്റ്റ് ഇല്ല, എന്നാലും നാവ് ക്ഷീണിക്കില്ല എന്നാണ് പറഞ്ഞത്.
അപ്പൊ നാവ് ഒരിക്കലും എളുപ്പത്തിൽ ക്ഷീണിതനാവുകയില്ല. അത് നാവിന്റെ ഒരു പ്രത്യേകതയാണ്. ആ നാവിനെ വല്ലാതെ സൂക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നാവിന്റെ ഫിംഗർ പ്രിന്റ് പോലെയുള്ള ഒരു പ്രിന്റ് നാവിനുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത. വിരലടയാളം പോലെ തന്നെ ഓരോ മനുഷ്യന്റെയും നാവിന്റെ അടയാളവും വ്യത്യസ്തങ്ങളാണ്. ലോകത്ത് രണ്ടുപേർക്ക് ഒരേപോലെയുള്ള നാവുണ്ടാവൂല. ലോകത്ത് രണ്ടുപേർക്ക് ഒരേപോലെയുള്ള നാവുണ്ടാവൂല എന്നാണ് ശാസ്ത്രം പറയുന്നത്. വ്യത്യസ്തമായിരിക്കും. അതിൽ ഓരോ സുഷിരങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും എന്നർത്ഥം. അപ്പൊ അതും ഒരു ഫിംഗർ പ്രിന്റ്, നമ്മളെ വിരലടയാളത്തിന്റെ അതുപോലെ തന്നെയുള്ള ഒരു പ്രിന്റാണ്. അത് മനുഷ്യനെ വേർതിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ്. മറ്റൊന്ന് നാവിന്റെ പ്രത്യേകത എന്താണ്? ശരീരത്തിൽ ഏറ്റവും വേഗത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ, മുറിവ് വന്നു കഴിഞ്ഞാൽ ശിഫയാകുന്നത് ഈ നാവിലാണ്. കാരണം എന്താണെന്നറിയോ? അവിടെ ഏറ്റവും കൂടുതൽ രക്തയോട്ടമുള്ള സ്ഥലമാണ്. രക്തമോടുന്ന ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ നാവിലുണ്ട്. അതുകൊണ്ട് തന്നെ മുറിവ് വന്നു കഴിഞ്ഞാൽ വേഗത്തിൽ അത് മാറാൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഉമനീരിലെ പ്രത്യേക എൻസൈമുകളും ആ മുറിവ് ഉണക്കിക്കളയാൻ അതും സഹായിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നാവിന്റെ പ്രത്യേകത രുചി, ടേസ്റ്റ് അറിയാൻ വേണ്ടിയുള്ള ഗ്രന്ഥികൾ നാവിലുണ്ട്. ഏകദേശം 2000 മുതൽ 10000 വരെയുള്ള രുചികൾ അറിയാനുള്ള, വ്യത്യസ്തങ്ങളായ ടേസ്റ്റ് അറിയാനുള്ള കഴിവ് നാവിനെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. 2000. നമുക്കൊരു എരിവും ഒരു പുളി അറിയും, പിന്നെ ഒരു ഉപ്പ് അറിയും, പിന്നെ കയ്പ് അറിയും, പിന്നെന്താ അറിയാം, കഴിഞ്ഞു അല്ലെ? 4. പക്ഷെ അള്ളാഹു സംവിധാനിച്ചു വെച്ച എത്രയാ? അള്ളാഹു 2000 മുതൽ 10000 വരെയുള്ള വ്യത്യസ്തങ്ങളായ ടേസ്റ്റ് വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു നാവിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ സംഭവം മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കണ വരെ അതന്നെയാണോ? അല്ല, ഒരിക്കലും അത് സ്ഥിരമല്ല. ഓരോ 10 മുതൽ 14 ദിവസം കൂടുമ്പോഴും പഴയ രുചി അറിയുന്ന സുഷിരങ്ങൾ മാറി പുതിയത് വരും. 10-15 ദിവസം കഴിയുമ്പോൾ അപ്ഡേഷൻ നടക്കും. കാരണം എന്താ? നമ്മൾ മധുര ചൂടുള്ളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ മൂപ്പരുത് കാലി അല്ലേ? ചൂടുള്ള ചായ അടിച്ച നാവ് പൊള്ളി, പിന്നെ ടേസ്റ്റ് അറിയണില്ല, ഒന്നും അറിയണില്ല. അപ്പൊ അതിനെന്തെങ്കിലും തകരാറ് വന്നു. അടുത്ത 15 ദിവസം കഴിയുമ്പോഴേക്ക്, 14-15 ദിവസം കഴിയുമ്പോഴേക്ക് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. വെറുതെ അല്ല അള്ളാഹു ചോദിച്ചു, പടച്ചവൻ ചോദിച്ചില്ലേ, എടോ നിനക്ക് നാവ് തന്നില്ലേ? നമ്മൾ വിചാരിക്കും എന്താ നാവിന് പ്രത്യേകത? നാവിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അറിയുള്ളൂ. അപ്പൊ ഇത്രയും 15 ദിവസം 14 ദിവസത്തിന്റെ ഉള്ളിൽ നാവിലുള്ള ആ ടേസ്റ്റിന്റെ സംഭവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഒരറ്റത്ത് മാത്രം ഉറപ്പിച്ചു വെച്ച പേശി ശരീരത്തിൽ ഒന്നേ ഉള്ളൂ, അതാണ് നാവ്. അതുകൊണ്ടാണ് നാവിനെ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ ചലിപ്പിക്കാനാകുന്നത്. ഇങ്ങനെ നാവിന് അള്ളാഹു അത്ഭുതങ്ങൾ ഒരുപാട് നാവിൽ നൽകിയിട്ടുണ്ട്. നാവിന്റെ പ്രത്യേകതകൾ വേറെയും കുറെ ആത്മീയമായ പലതും പറയാനുണ്ട്. അത്ഭുതപരമായ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ, നാവും വശഫതൈൻ, 2 ചുണ്ടുകളും നിനക്ക് നൽകിയില്ലേ? എന്തിനാ ഈ ചുണ്ടിനൊക്കെ ഖുർആനിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവും. 2 ചുണ്ടുകളെ അല്ലാഹു തആല നിനക്ക് നൽകിയില്ലയോ? എന്താണ് ചുണ്ടിന്റെ അത്ഭുതങ്ങൾ? നമ്മുടെ ശരീരത്തിലെ ചർമ്മത്തിൽ 14ഓളം വരുന്ന ലെയറുകളുണ്ട്. എന്നാൽ ചുണ്ടിൽ 3 മുതൽ 5 വരെയുള്ള ലെയറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചുണ്ട് എല്ലാം സോഫ്റ്റ് ആയിരിക്കും. മാത്രമല്ല ചുണ്ടിൽ വിയർപ്പുണ്ടാവൂല, എണ്ണമഴ ഉണ്ടാവൂല. അതുകൊണ്ട് പ്രകൃതിയിൽ വ്യത്യസ്തങ്ങളായ, നമ്മൾ വേറെ നാടുകളിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വരൾച്ച വന്നു കഴിഞ്ഞാൽ നമ്മൾ ചുണ്ടുണങ്ങി പോകും അല്ലെ? മറ്റു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ വേർക്കൂല, എണ്ണമഴക്ക് ഉണ്ടാവൂല, ചുണ്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അങ്ങനെയുള്ള സംഭവങ്ങൾ ചുണ്ടിലുണ്ട്. മാത്രമല്ല ചുണ്ട് അടയാളം എന്നുള്ളതും ഒരു അടയാളാണ്. അതും അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനം. വിരലടയാളം പോലെ തന്നെ, നാവിന്റെ അടയാളം പോലെ തന്നെ ചുണ്ടിലും ചില വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട്, അതിലും അടയാളമുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി അറിയുള്ളൂ. ബബ്ബ എന്ന് പറയാൻ ചുണ്ടുകൊണ്ട് കുറെ സുഖമുണ്ട് അല്ലെ? പക്ഷെ ഇത് എന്തൊക്കെയാണ് ഇപ്പൊ സംഭവം എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോഴേ അറിയുള്ളൂ. അതും പറയുന്നുണ്ട്. നോക്കുങ്ങൾ, സംസാരത്തിനെ രൂപപ്പെടുത്താൻ ചുണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു മനുഷ്യന് ചുണ്ട് മുഴുവനില്ല, ഒരു ചെറിയ ഭാഗത്ത് എന്തെങ്കിലും ഒരു പോറൽ വന്നാൽ മതി, എന്നാൽ തന്നെ അവന്റെ സംസാരത്തിന് മാറ്റങ്ങളൊന്നുമില്ലേ? അള്ളാഹു ഈ സംവിധാനിച്ച സംവിധാനത്തിൽ ചെറിയൊരു ചേഞ്ച് വന്നാൽ അവന്റെ സംസാരം നോക്കൂ. നിങ്ങൾ സംസാരിക്കുമ്പോൾ മലയാളം തന്നെ പറയാ പാ എന്ന് പറയും. ചുണ്ടില്ലാതെ നിങ്ങളൊന്ന് പാന്ന് പറഞ്ഞാൽ
ഒന്ന് പറഞ്ഞു നോക്കിയേ, ചുണ്ടില്ലാതെ പാ എന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് കാണട്ടെ, പറഞ്ഞു നോക്കിയേ. തൊള്ള പൊളിച്ചിരിക്കേണ്ടി വരും, ഒരു മനുഷ്യനെടുക്കൂല. രണ്ടാമത്തെ നോക്കിയേ, ഫാ പറയണേ നമുക്ക് തോന്നും ചുണ്ട് വേണ്ടാന്ന് തോന്നും. പറഞ്ഞു നോക്കിയേ, ഹാ ഹാ നടക്കൂല. നോക്കിയേ നിങ്ങൾ, ബാ എന്ന് പറഞ്ഞു നോക്കിയേ, മാ എന്ന് പറഞ്ഞു നോക്കിയേ. ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ ഒഴിഞ്ഞിരുന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഇരുന്ന് പറഞ്ഞ് പിരാന്താന്ന് വിചാരിക്കും. വേറെ എവിടെയൊക്കെ തസ്ബീഹ്മാലൊക്കെ എടുത്തിട്ട് ബാ 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 പറഞ്ഞു നോക്കുക, കുറച്ചു നേരം മാ എന്ന് പറഞ്ഞു നോക്കുക, വേറെ പണിയൊന്നും ഇല്ലാത്ത. അപ്പോ അറിയും അള്ളാഹു നൽകിയ നിഅമത്തുകളെ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ചോദ്യം അവിടെ ചില്ലറ ചോദ്യമല്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? 3 നിഅമത്തുകളെ പറഞ്ഞിട്ടൊക്കെ നമ്മളെ ശരീരത്തിൽ ഈ തലയിൽ മാത്രം സംവിധാനിച്ചതാണ്. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ റബ്ബിനെ അറിഞ്ഞു എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ ചില്ലറയല്ല എന്ന് മനസ്സിലായില്ലേ? 3 നിഅമത്തുകളെ നമ്മൾ ചെറിയതായി കാണുന്ന നാവ്, ചുണ്ട്, കണ്ണ്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളിലേക്ക് അങ്ങോട്ട് ആഞ്ഞിറങ്ങി പോയിട്ടില്ല. പുറത്ത് നമ്മൾ കാണുന്ന അതിന്റെ അത്ഭുതങ്ങളെ മാത്രമാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇതാ മനുഷ്യ, ഇത്രയൊക്കെ നിനക്ക് നൽകിയിട്ട് എന്നിട്ടും നിനക്ക് നന്നാകാൻ പറ്റിയില്ലല്ലോ. ഇതൊക്കെ നൽകി, ഇതെല്ലാം പറഞ്ഞു, നിന്റെ ധിക്കാരത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പറയാണ് വഹദൈനാഹു നജ്ദൈൻ, ഖൈറും ശർറും നിന്റെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അതിനുള്ള പാഠത്തെയും അതിനുള്ളൊരു മെസ്സഞ്ചർ അധ്യാപകനെയും തന്നിട്ടുണ്ട്. അത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറിന്റെ വഴിയെ തെളിച്ചു തന്നിട്ടുണ്ട്. ഷർറിലേക്ക് നീ പോകരുത്, പോയാൽ അവിടെ അപകടമാണ്, നരകമാണ് എന്ന് പഠിപ്പിച്ച് വാണിംഗ് തന്നിട്ടുണ്ട്. നദീറാണ്, താക്കീത് നൽകിയിട്ടുണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സഞ്ചരിക്കേണ്ട വഴി അത് ഖൈറിന്റെ വഴിയാണ്, സൽസബീലാണ്, ഹിദായത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് നിനക്ക് ആ വഴിയിൽ സഞ്ചരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ബഷീറായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ആയത്തുകളിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അവര് മാറാനും നന്നാകാനും ഹിദായത്തിന്റെ വഴിയിലേക്ക് വരാനും അവന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളെ നിയന്ത്രിക്കുവാനുമുള്ള ഏറ്റവും ഉദാഹരിക്കാൻ പറ്റിയ നല്ല ആയത്തുകളാണ് ഈ ആയത്തുകൾ. അല്ലാഹു തആല ഈ ആയത്തുകളെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ.